ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്ന ഗംഗാ റിവർ ഡോൾഫിനെ ആദ്യമായി ടാഗ് ചെയ്ത് ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് ചെന്നൈയിൽ സ്ഥാപിച്ചു. 2025 ജനുവരി 1 മുതൽ ഭിക്ഷാടനം കുറ്റകരമാക്കി ഇന്ത്യയുടെ ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ. 2025 ലോക പാരാ അത്ലറ്റിക്സിന് ന്യൂഡൽഹി ആതിഥേയത്വം വഹിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനമായ നാഷണൽ ഗെയിംസിന്റെ 38ാമത് എഡിഷൻ 2025 ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കും. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്ന ഗംഗാ റിവർ ഡോൾഫിനെ ആദ്യമായി ടാഗ് ചെയ്ത് അസം. വംശനാശ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ലോകത്താദ്യമായി ഈ സ്പീഷീസിനെ ടാഗ് ചെയ്യുന്നത്. ഫ്രഷ് വാട്ടർ ഡോൾഫിൻ സ്പീഷീസുകളിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗംഗാ റിവർ ഡോൾഫിൻ. ഗംഗ, ബ്രഹ്മപുത്ര ഇവയുടെ പോഷക നദികൾ എന്നിവിടങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. റിവർ എക്കോസിസ്റ്റംസിന്റെ ആരോഗ്യ സൂചകമാണ് ഇവയുടെ സാന്നിധ്യം. റിവർ പൊല്യൂഷൻ കാരണം IUCN റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് ഇവ ഇപ്പോൾ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് ചെന്നൈയിൽ സ്ഥാപിച്ചു. പ്രമേഹമുള്ള വ്യക്തികളിൽ നിന്നും ബയോളജിക്കൽ സാമ്പിളുകളും ക്ലിനിക്കൽ ഡേറ്റയും ശേഖരിച്ച് കൂടുതൽ പഠനങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ICMR-ഉം മദ്രാസ് ഡയബറ്റിസ് റിസർച്ച് ഫൗണ്ടേഷനും ചേർന്നാണ് ഈ നീക്കം. ഡയബറ്റിസ് അഥവാ പ്രമേഹം ഒരു ഗ്ലോബൽ ഹെൽത്ത് ചാലഞ്ചായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ 101 ദശലക്ഷം ആളുകൾ പ്രമേഹബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു. 2045 ഇത് 134 ദശലക്ഷത്തിലെത്തും. പ്രമേഹബാധിതരായ ആളുകളുടെ ബ്ലഡ് DNA സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക വഴി പേഴ്സണലൈസ്ഡ് മെഡിസിൻസ് ലഭ്യമാക്കുക എന്നതാണ് ഡയബറ്റീസ് ബയോബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. 2025 ജനുവരി 1 മുതൽ ഭിക്ഷാടനം കുറ്റകരമാക്കി ഇന്ത്യയുടെ ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ. BNSS അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 163 പ്രകാരം യാചകർക്ക് ഭിക്ഷയും പണവും നൽകുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമായിരിക്കും. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നിലവിൽ വന്ന കോംപ്രഹെൻസീവ് റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ ദ ആക്ട് ഓഫ് ബെഗിംഗ് എന്ന പ്രോജക്റ്റ് തുടക്കത്തിൽ ഇന്ത്യയിലെ 10 പ്രധാന സിറ്റികളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഗവൺമെന്റ് തീരുമാനം. ഇന്ത്യയെ ബഗർ ഫ്രീ രാജ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതോടെ യാചകവൃത്തിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് BNSS സെക്ഷൻ 163 പ്രകാരം 6 മാസം ജയിലോ 1000 രൂപ പിഴയോ ഈടാക്കുന്നതാണ്. 2025 ലോക പാരാ അത്ലറ്റിക്സിന് ന്യൂഡൽഹി ആതിഥേയത്വം വഹിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ പാരാ സ്പോർട്സ് ഇവന്റ് എന്നറിയപ്പെടുന്ന ഇത് ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുക. ലോക പാരാ അത്ലറ്റിക്സിന്റെ 12ാമത് എഡിഷനാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. ഏഷ്യ ഇത് 4ാം തവണയാണ് ഈ ഇവന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിന്റെ 2024 എഡിഷനിൽ 6 സ്വർണ്ണ മെഡലുകളോടെ ഇന്ത്യ 6ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കായിക താരങ്ങളെ ശാക്തീകരിക്കുന്നതിനും ആഗോള വേദിയിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും ഈ ഇവന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനമായ നാഷണൽ ഗെയിംസിന്റെ 38ാമത് എഡിഷൻ 2025 ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്നു. ഡെറാഡൂണിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. ദേശീയതലത്തിൽ അത്ലറ്റിക് കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിനും രാജ്യത്ത് കായിക സംസ്കാരം വളർത്തുന്നതിനുമുള്ള ഒരു വേദിയായി ദേശീയ ഗെയിംസ് പ്രവർത്തിക്കുന്നു. സങ്കൽപ് സേ ശിഖർ തക് എന്ന സ്ലോഗനും മൗലി എന്ന മൊണാൽ പക്ഷിയുടെ മാതൃകയായ ഒഫീഷ്യൽ മസ്കട്ടുമാണ് ഇത്തവണത്തെ ദേശീയ ഗെയിംസിന്റെ ആകർഷണം. റീസൈക്കിൾ ചെയ്ത ഈ മാലിന്യ മെഡലുകൾ, സോളാർ ഹീറ്റിംഗ്, ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയവ സംരംഭങ്ങളിലൂടെ സസ്റ്റൈനബിലിറ്റിക്ക് ഊന്നൽ നൽകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഗെയിംസ് കൂടിയായിരിക്കും ഈ പതിപ്പ്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി.